ദിലീപും മഞ്ജു വാര്യരും കാവ്യമാധവനും മലയാള സിനിമയിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട പ്രണയ ത്രികോണമാണ്. ചന്ദ്രനുദിക്കുന്ന ദികൾ എന്ന സിനിമയിൽ ദിലീപിന് നായികയില്ലാതെ വന്നപ്പോൾ അന്ന് ഭാര്യയായിരുന്ന മഞ്ജുവാണ് കാവ്യ എന്ന ചെറിയ വേഷങ്ങൾ ചെയ്തിരുന്ന പെൺകുട്ടിയുടെ പേര് നിർദ്ദേശിക്കുന്നത്. അവിടെ നിന്ന് മലയാളത്തിന്റെ പ്രശസ്ത താരമായി വളർന്ന നടി ഇന്ന് ദിലീപിന്റെ ഭാര്യയാണ്. മഞ്ജു ആവട്ടെ നടനുമായി വേർപിരിഞ്ഞ് സിനിമയിലേക്ക് മടങ്ങിയെത്തി തന്റെ താരസിംഹാസനം തിരിച്ചുപിടിക്കുകയും ചെയ്തു. നിശാൽ ചന്ദ്രയെ വിവാഹം കഴിച്ച് സിനിമയിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും അധികം വൈകാതെ വിവാഹമോചനം വാങ്ങി കാവ്യമാധവൻ തിരികെ എത്തുകയായിരുന്നു. അന്ന് മനോരമയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ ജോണി ലൂക്കാസിനോട് സംസാരിച്ച കാവ്യ ദിലീപുമായി തന്റെ പേര് ചേർത്ത് പ്രചരിക്കുന്ന ഗോസിപ്പുകളോട് പ്രതികരിച്ചിരുന്നു. നടനുമായി ചേർത്ത് ഇങ്ങനെ പ്രചരിക്കുന്നതിൽ ദുഃഖമുണ്ടെന്നും ഈ മടങ്ങിവരവിൽ തന്നെ ഏറ്റവും പിന്തുണച്ച വ്യക്തി മഞ്ജു വാര്യർ എന്നുമാണ് അന്ന് മീശമാധവൻ നായിക അവകാശപ്പെട്ടത്. കാവ്യയുടെ വിവാഹമോചനത്തിൽ നടിക്ക് ദിലീപുമായൊരു ബന്ധത്തിന് പങ്കുണ്ടെന്ന് പറയുന്നതിൽ സത്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ട്. പ്രത്യേകിച്ച് ദിലീപേട്ടൻ അതിൽ ഉൾപ്പെടുത്തിയതിന് വളരെ വിഷമമുണ്ട്. അതിലുള്ള കാരണങ്ങളായി പലരും പലതും പറയുന്നുണ്ട്. പല സൈഡിൽ നിന്നും കാരണങ്ങൾ തെളിവ് സഹിതം ഉണ്ടെന്നൊക്കെ പലരും പറയുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വിഷമമേ തോന്നിയിട്ടുള്ളൂ എന്നായിരുന്നു മറുപടി. ദിലീപേട്ടൻ പോലെ ഒരാളെ അതിലേക്ക് വലിച്ചിഴച്ചലാണ് വിഷമം. കാരണം അദ്ദേഹം ഞാൻ വീണ്ടും എൻ്റെ കരിയർ തുടങ്ങിയപ്പോൾ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത കൂട്ടത്തിൽ ഒരാളവരിൽ ദിലീപേട്ടനും മഞ്ജു ചേച്ചിയും. എനിക്ക് തോന്നുന്നു ദിലീപേട്ടനേക്കാൾ ആ കാര്യത്തിൽ പറയേണ്ടത് മഞ്ജു ചേച്ചിയെക്കുറിച്ചാണ്. എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് മഞ്ജു ചേച്ചിയോടാണ്. അങ്ങനെയുള്ളവരെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ വിഷമമാണ്. ദിലീപേട്ടനും നന്നായി അറിയാം. എൻ്റെ സ്വപ്നം എന്താണ് എനിക്കുള്ളവരെ ഇവരൊക്കെ അറിയാവുന്നതാണെന്നും കാവ്യ മാധവൻ വിശദീകരിച്ചു. കാവ്യയും ദിലീപും തമ്മിൽ വിവാഹശേഷം നടന്ന ചാറ്റുകളും ഫോൺ കോളും തന്റെ പക്കൽ തെളിവായി ഉണ്ടെന്ന് നടിയുടെ മുൻ ഭർത്താവ് നിശാൽ ചന്ദ്ര പറഞ്ഞിരുന്നു. എന്നാൽ അതെല്ലാം നിഷേധിച്ച നടി വിവാഹമോചന സമയത്ത് നിശാലിനെതിരെ ഗാർഹിക പീഡനം അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ സമയത്ത് കാവ്യയ്ക്ക് പിന്തുണയായി നിന്ന മഞ്ജു വാര്യർ നടിയുടെ മടങ്ങിവരവിന് നിമിത്തമായ ഗദ്ദാമ എന്ന സിനിമ ലോഞ്ച് പരിപാടിയിൽ മുഖ്യ അതിഥിയായി എത്തിയിരുന്നു. അന്ന് മഞ്ജുവിനൊറ്റ ഒറ്റ സുഹൃത്ത് സംയുക്ത വർമ്മയും ഉണ്ടായിരുന്നു. എന്നാൽ ഗോസിപ്പുകൾ ശക്തമായത് കാവ്യമാധവനും നിശാൽ ചന്ദ്രനും തമ്മിലുള്ള വിവാഹസമയത്തായിരുന്നു. നടിക്കൊപ്പം ഏറ്റവും കൂടുതൽ സിനിമ അഭിനയിച്ച ദിലീപ് ആഘോഷങ്ങളിൽ നിന്ന് വിട്ടുനിന്നത് ആരാധകർക്കും മാധ്യമങ്ങൾക്കും സംശയമുണ്ടാക്കി. മഞ്ജു വാര്യരാകട്ടെ ദിലീപില്ലാതെ മകൾ മീനാക്ഷിക്കൊപ്പമാണ് കാവ്യയുടെയും നിശാലിൻ്റെ വിവാഹ റിസപ്ഷനിൽ എത്തിയത്. എന്തായാലും 2013 കാര്യങ്ങൾ അറിഞ്ഞ മഞ്ജു വീട് വിട്ടുപോവുകയും 2014 ദിലീപ് വിവാഹമോചനം നേടുകയും 2016 കാവ്യ ദിലീപ് വിവാഹം കഴിച്ചു. ഇന്ന് ഇരുവർക്ക് ഒരു മകളുണ്ട്. മഞ്ജുവിൻ്റെയും ദിലീപിൻ്റെയും മക്കളായ മീനാക്ഷിയും ഇന്ന് നടൻ കാവ്യയ്ക്കൊപ്പം ചെന്നൈയിലാണ് താമസം. സിനിമ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മഞ്ജു ഇന്ന് തൻ്റെ അമ്മയ്ക്കും കുടുംബത്തിനൊപ്പം തൃശ്ശൂരിലാണ് താമസം.